പ്രൈസ് ഗോഡ്. എൻ്റെ പേര് റോസ്മേരി. ഞാൻ എളവമ്പാട് ഇടവകയിൽ നിന്ന് വരുന്നത്. ഞാൻ ഈ ക്ലാസ് കൂടണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ്. കാരണം കഴിഞ്ഞ വർഷം ഇതുപോലൊരു പ്രോഗ്രാം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേരോട് പറയാനൊക്കെ ഞാൻ വലിയതായിട്ട് മുൻപന്തി നിന്നു. പക്ഷേ പ്രോഗ്രാം കൂടുന്ന കാര്യം വന്നപ്പോൾ ഞാൻ പയ്യെ പുറകോട്ട് മാറി. അപ്പോൾ തൊട്ടൊരു ചിന്തയുണ്ടായിരുന്നു, ഈ കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല, പക്ഷേ എന്തുകൊണ്ട് ഞാൻ ഇതിന് പങ്കെടുക്കാതെ മാറി എന്നൊരു ചിന്ത അന്നൊട്ടേ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞിടയ്ക്ക് ഞാൻ ജീവിതത്തിലുള്ളതാണ് എന്ന് വിചാരിച്ച് ഓവർ പക്ക ഡീസൻ്റാണെന്ന് വിചാരിക്കേണ്ട. മനുഷ്യൻ്റേതായിട്ടുള്ള എല്ലാ കുറവുകളും എനിക്കുണ്ട്. അപ്പോൾ കഴിഞ്ഞൊരു ജീവിതത്തിൻ്റെ പ്രോഗ്രാമിൻ്റെ സമയത്ത് എനിക്ക് അതിനൊരു ബുക്ക് കിട്ടി. ആ ബുക്ക് കിട്ടിയപ്പോൾ അതിന് ടോപ്പിക്സ് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് തോന്നിയത്. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചുള്ളൂ, എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം കൂടിയാൽ നന്നായിരിക്കും. പക്ഷേ എൻ്റെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെയും എന്നെ പുഷ് ചെയ്യണം. കറക്റ്റ് സമയത്ത് ജോസഫേൻ്റെ കോൾ വന്നു, എടി നീ പ്രോഗ്രാമിന് വരണമെങ്കിൽ വാ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു സ്പോട്ടിൽ തോന്നി റെഡിയായി വന്നു. പിന്നെ എനിക്ക് കുറേ യൂത്തിൻ്റെ ഇടയ്ക്ക് കുറേ ചിന്തകളുണ്ടല്ലോ, വൈ മാരേജ്, ലവ്, പിന്നെ അങ്ങനെ കുറേ ചിന്തകളുണ്ട്. അതിലൊരു ചിന്തയായിരുന്നു, എന്തിനിപ്പോൾ മാരേജ് കഴിക്കുന്നത്, നമുക്ക് ഏകമായിട്ട് ജീവിക്കാൻ പറ്റും, നമ്മുടെ ലൈഫ് നമ്മൾ അടിച്ചുപൊളിച്ച് ജീവിക്കുക, അങ്ങനെയൊക്കെ വിചാരിച്ച വ്യക്തിയായിരുന്നു. ഇവിടെ വന്നപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് എന്തിനാണ് മാരേജ്, ഈ ലവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കാണുന്നത് വെറും ജസ്റ്റ് ഇൻഫാച്ചുവേഷൻ, അട്രാക്ഷനൊന്നും അല്ല ശരിക്കുള്ള ലവ്, അതിൻ്റെ മീനിങ്. പിന്നെ കുമ്പസാരം ഇത്തനാളും ഞാൻ ഒരുങ്ങിക്കൊണ്ടിരുന്നത് 10 കൽപ്പനകൾ, അങ്ങനെ കുറേ ടീംസ് വെച്ചാണ് ഒരുങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ അതൊന്നുമല്ല, അതിനേക്കാളും നമ്മൾ കൂടുതലായിട്ട് എങ്ങനെയാണ് ഒരുങ്ങുക, പാപത്തെക്കുറിച്ച് നമുക്ക് എങ്ങനെ ബോധ്യം ഉണ്ടാവണമെന്നൊക്കെ എനിക്ക് ഈ ക്ലാസ്സിൽ നിന്ന് മനസ്സിലായി. സാർ, താങ്ക് യു ഫോർ ദാറ്റ്. പിന്നെ ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നുണ്ട്. കാരണം ദൈവം അങ്ങേര് തോന്നിപ്പിച്ചുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇപ്പോൾ ആ തോന്നലുണ്ടായിരുന്നില്ലെങ്കിൽ ഞാനിപ്പോൾ വീട്ടിൽ ഇരുന്നിട്ട് വല്ല TV കാണുകയോ അങ്ങനെയൊക്കെ ചെയ്തേനെ. പക്ഷേ ഹീ മെയ്ഡ് മീ ടു കം ഹിയർ. സോ ഐ ആം വെരി താങ്ക്ഫുൾ.